ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി നോട്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ എന്താണ് ഡേ 1 ടു ഡേ 7 വരെയുള്ള ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡേ 1ഉം ഡേ 2ലും പറഞ്ഞിട്ടുള്ള പോർഷൻസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സാം പോലെ ആദ്യത്തെ 2 പോർഷൻസ് വെച്ചിട്ടുള്ളതിന്റെ മാത്രം ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ എന്താണ് കറണ്ട് അഫയേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മെയിൻ ടോപ്പിക്സ് കൂടാതെ കറണ്ട് അഫയേഴ്സും ഉണ്ട്. ഇത് നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി മാത്രമല്ല 10th മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം രണ്ടിന്റെയും സിലബസ് സെയിം ആണ്. അപ്പോൾ നമ്മൾ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് കുറച്ച് നേരം കൊണ്ട് കണ്ട് തീരുന്നതാണ്. ഇൻ കേസ് ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നോക്കേണ്ടത് നമുക്ക് ഇതിനനുസരിച്ച് നോക്കേണ്ട എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് തന്നെ പോകാം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ആർക്കാണ്? നമുക്കറിയാം, നമ്മൾ ഈ സുപ്രധാന നിയമങ്ങളിൽ പഠിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ആക്ട് ആണ് എന്ത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെ? അത് 1986 വന്നതാണ്. പക്ഷെ അതിന് ഭേദഗതി വരുത്തി 2019 വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ അണ്ടറിൽ വരുന്ന ഏതൊക്കെ ഇതാണുള്ളത്, അതോറിറ്റീസ് ആണുള്ളത് എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരം ആർക്കാണ് എന്നുള്ളതാണ്. ഡയറക്ടർ ജനറൽ, ജില്ലാ കളക്ടർ, എ ആൻഡ് ബി ഇവരാരുമല്ല എന്നുള്ളതാണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഇവർ രണ്ടുപേരുമാണ്. അതായത് ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും ഒരുപോലെ എന്തുണ്ട്? ഇത് അന്വേഷിക്കാനുള്ള അധികാരമുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇത് ചോദിച്ചിട്ടുണ്ട്. ദേശീയ ഉപഭോക്തൃ ദിനവും ചോദിക്കും, ലോക ഉപഭോക്തൃ അവകാശ ദിനവും ചോദിക്കും. ഓക്കെ, അപ്പൊ രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ ഉപഭോക്തൃ ദിനമായി നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ 24 ഓക്കെ, എന്നാൽ നമ്മുടെ ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്ന് പറയുന്നത് മാർച്ച് 15 അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം, മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനം. കാരണം നമുക്കറിയാം, ലോകത്ത് ആദ്യമായിട്ട് ഉപഭോക്തൃ സംരക്ഷണ രംഗത്ത് ഒരു നിയമം വേണമെന്ന് നിർദ്ദേശിച്ചത് ജോൺ എഫ് കെനഡിയാണ് 1962 മാർച്ച് 15 ഓക്കെ, അതുകൊണ്ട് മാർച്ച് 15 എന്തായിട്ട് ലോക ഉപഭോക്തൃ അവകാശ ദിനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡിസംബർ 24 എന്തുകൊണ്ട് ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നു? കാരണം ഇന്ത്യയിൽ ഉപഭോക്തൃ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1986 ഡിസംബർ 24 സോ നമ്മൾ ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാരണവും കൂടി നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മളിത് മാർക്കില്ല. ഓക്കെ, അടുത്ത നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഉപഭോക്തൃ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ. ഞാൻ പ്രത്യേകം പറഞ്ഞ പോലെ സെക്ഷൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് സെക്ഷനുകൾ. ഇപ്പോൾ ഏറ്റവും ടഫായിട്ട് ചോദിക്കാൻ ഒരാൾക്ക് ഈ ആക്ടിൽ നിന്ന് പറ്റുന്നത് സെക്ഷൻ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അത് 2019 വെച്ചിട്ട്, ഓക്കെ, 2019 ആ ഒരു ഭേദഗതി വരുത്തിയല്ലോ നമ്മൾ. അതിൽ ഉപഭോക്താവിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഉണ്ട്. ഇനി എന്താണ് പരാതിക്കാരനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നുണ്ട് സെക്ഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. ചില പ്രധാനപ്പെട്ട സെക്ഷനുകൾ, എല്ലാം പറ്റിയില്ലെങ്കിൽ കൂടി. കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സിനെ സംബന്ധിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2 ക്ലോസ് 9 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സെക്ഷൻസും കൂടെ നോക്കാം. സെക്ഷൻ 2 ക്ലോസ് 5 അത് എന്തിനെ സംബന്ധിച്ച് പറയുന്നതാണ്? പരാതിക്കാരൻ. ആരായിരിക്കണം പരാതിക്കാരൻ? ഏതെങ്കിലും ഉപഭോക്താവ് അല്ലെങ്കിൽ എന്താ പറയാ, കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ, ഇവരൊക്കെ ഒരു പരാതിക്കാരനായിട്ട് വരാം. ഓക്കെ, കേന്ദ്ര അതോറിറ്റി. ഇനി എന്താണ്, ഒരു ഉപഭോക്താവ് പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷിതാവ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് ഈ സെക്ഷൻ 2 ക്ലോസ് 5. ഓക്കെ, അപ്പൊ പരാതിക്കാരനെ സംബന്ധിച്ച് സെക്ഷൻ 2 ക്ലോസ് 5 പറയുന്നു. അതുപോലെ തന്നെ സെക്ഷൻ 2 ക്ലോസ് 7 ഉപഭോക്താവിനെ സംബന്ധിച്ച് പറയുന്നു. ആരായിരിക്കും ഉപഭോക്താവ്? വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ വാങ്ങുന്ന ആൾക്കാരും എന്തായിരിക്കും? ഉപഭോക്താവായിരിക്കും. ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ഇടപാടുകൾ വഴി അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഓക്കെ, കൺസ്യൂമർ ആരാണ് എന്നുള്ളത്. അപ്പൊ അത് പറയുന്നതാണ് 2 ക്ലോസ് 7. അപ്പോൾ സെക്ഷൻ ഒന്നുകൂടെ പറയാം, സെക്ഷൻ 2 ക്ലോസ് 5 പറയുന്നത് എന്താണ്? പരാതിക്കാരനെ സംബന്ധിച്ച്. സെക്ഷൻ 2 ക്ലോസ് 7 ഉപഭോക്താവിനെ സംബന്ധിച്ച് പറയുന്നു. ഇനി കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സ്, ഉപഭോക്താവിന്റെ അവകാശങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷൻ 2 ക്ലോസ് 9. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ചോദ്യം, 1988 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? നമുക്ക് ഈ കഴിഞ്ഞ ഒരു സ്റ്റേജിൽ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഇത് പിടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം ഇട്ടത്. ഓക്കെ, അതായത് നമുക്ക് 1986 നമ്മുടെ ഇന്ത്യയിൽ ഒരു എന്താണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം വരുന്നതെന്ന് അറിയാം. ഇതിന് പകരമായിട്ടാണ് 2019 വന്നത് അല്ലെ? അപ്പൊ ഈ 1986 വന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വെച്ചിട്ട് ഒരു കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടിരുന്നു. അത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിൽ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ. പിന്നെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി, അതായത് സെൻട്രൽ കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ അതോറിറ്റി, CCPA.
ഓക്കെ. അപ്പോൾ ഇത് രണ്ടും ഇനി വന്നിട്ടുണ്ടോ ആ ഒരു ആക്ട് പ്രകാരം? അല്ല, ഇവയൊന്നും അല്ലേ? ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് 1988 രൂപീകരിക്കപ്പെട്ട 1986 ആക്ടിന്റെ ബലത്തിൽ വന്നിട്ടുള്ളത്. ഓക്കെ. NCDRC, നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ, അതായത് തർക്ക പരിഹാര കമ്മീഷൻ തുടക്കത്തിൽ വന്നതാണ്. ഓക്കെ, അങ്ങനെ ഓർക്കുക. അപ്പോൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഇതോ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അഥവാ CCP, അത് 2019 ആക്ട് വെച്ചിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, അതിന്റെ ഡേറ്റ് അടക്കാം. അതായത് എന്നാണ് നിലവിൽ വന്നത്? 2020 ജൂലൈ 4-നാണ് വന്നിട്ടുള്ളത്. 2020 ജൂലൈ 4-നാണ് CCPA അഥവാ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി വന്നിട്ടുള്ളത്. ഓക്കെ, അതോറിറ്റി എന്തെങ്കിലും ഒരു ഉത്തരവ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉത്തരവ് കൈപ്പറ്റി 30 ദിവസത്തിനകം പരാതിക്കാരൻ എന്ത് ചെയ്യണം? ദേശീയ കമ്മീഷൻ മുമ്പാകെ അപ്പീൽ ഫയൽ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഇതിനുണ്ട് ഉത്തരവിനെതിരെ പോകണം എന്നുണ്ടെങ്കിൽ അപ്പീൽ ഫയൽ ചെയ്യാൻ 30 ദിവസമാണ് പരാതിക്കാരന് ലഭിക്കുക. NCDRC ഉണ്ട്, SCDRC ഉണ്ട്, DCDRC. ഓക്കെ, ഡിസ്ട്രിക്ട് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ഇങ്ങനെ 3 ലെവലിലാണ്. CDRC 2 കോടിക്ക് മുകളിലുള്ള പരാതികളായിരിക്കും കേൾക്കുക. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ എത്ര രൂപയ്ക്ക് മുകളിലാണ്? അല്ലെങ്കിൽ അതിന്റെ പരിധി എന്താണ്? 50 ലക്ഷം രൂപ തൊട്ട്, ഓക്കെ, അത് തൊട്ട് 2 കോടി. ഓക്കെ. സ്ട്രിക്റ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷനോ അത് 50 ലക്ഷത്തി താഴെയാണ്, അല്ലെ? ഈ റേഞ്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. മാത്രമല്ല ഇപ്പോഴുള്ള, അതായത് ഈ പറയുന്ന ദേശീയ കമ്മീഷനിലെ പ്രസിഡന്റ് ഉണ്ട്, അംഗങ്ങളുണ്ട്. ഇവരുടെ കാലാവധി എത്രയാണ്? അതുപോലെ തന്നെ ഇവരുടെ ശമ്പളം, ബത്ത, ആനുകൂല്യങ്ങളൊക്കെ പറയാനുള്ള അധികാരം ആർക്കാണ്? സെക്ഷൻ ഉണ്ടെങ്കിൽ സെക്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കുക. അതുപോലെ തന്നെ അപ്പീലിന് എങ്ങനെയാണ് ഉത്തരവ്, അതായത് ഇവർ ഈ പറയുന്ന കമ്മീഷൻസ് ഒക്കെ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെതിരെ അപ്പീൽ കൊടുക്കാൻ എത്ര ദിവസമാണ് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യണം. നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷന്റെ ഉത്തരവിനെതിരെ അപ്പീൽ പോകാൻ 30 days ആണ് കൊടുക്കുക പരാതിക്കാരന്. അതായത് അപ്പോൾ വിചാരിക്കും ഇനി മുകളിലോട്ട് ഏതാണ്? സുപ്രീം കോടതിയെ സമീപിക്കാം. ഓക്കെ, സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധിക്കുന്നത് 30 ദിവസത്തിനുള്ളിലാണ്. അതുപോലെ സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷന്റെ ഉത്തരവിനെതിരെ again 30 days തന്നെയാണ്. ജില്ലയുടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, അത് 45 days ആണ്. ഓക്കെ, മുകളിലോട്ടാണ് അപ്പീൽ കൊടുക്കുക. ഇപ്പൊ ഇതിന്റെ ഉത്തരവിനെതിരെ ഇവിടേക്ക് കൊടുക്കും, ഇതിന്റെ ഉത്തരവിനെതിരെ ഇതിലേക്ക് കൊടുക്കും, ഇതിന്റെ ഉത്തരവിനെതിരെ എങ്ങനെയാണ്? സുപ്രീം കോടതിക്കാണ് കൊടുക്കുക. ഓക്കെ, ഞാനത് ഇങ്ങനെ ആരോ ഇട്ടിട്ടാണ് ജസ്റ്റ് കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് ഇതിന്റെ സെക്ഷൻ പഠിക്കാനും എളുപ്പം. ഇപ്പോൾ NCDRCയും അതുപോലെ SCDRCയും പഠിക്കുമ്പോൾ 3ഉം പഠിക്കണം. ഇതിന്റെ രൂപീകരിക്കപ്പെട്ട സെക്ഷൻ 53 ആണെങ്കിൽ ഇത് 42. കുറച്ചാൽ മതി, ഒന്ന് കുറച്ചിട്ടുള്ളതാണ് SCDRCയുടെ. ദെൻ ഇതിന്റെ സെക്ഷൻ, അതായത് എത്ര രൂപയ്ക്ക് മുകളിലുള്ള പരാതികളാണ് കേൾക്കുക എന്നുള്ളത് പറയുന്നത് 58 ആണെങ്കിൽ ഇത് 47 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർക്കാൻ എളുപ്പമാണ് നമുക്ക് കണക്ഷനിൽ. പിന്നെ DCDRCയുടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 34 പ്രകാരമാണ് രൂപീകരിക്കപ്പെട്ടത്. 34 പ്രകാരം തന്നെയാണ് പരാതികൾ കേൾക്കുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ, ഈ സെക്ഷനുകൾ. അതുപോലെ തന്നെ CCPAയുടെയും കൂടെ ശ്രദ്ധിക്കണം, കാരണം 2019 വെച്ച് ഫോം ചെയ്തിരിക്കുന്നത് അതായതുകൊണ്ട് അതിന്റെ സെക്ഷനും കൂടി നോക്കണം. 10-ലാണ് CCPAയെ കുറിച്ച് പറയുന്നത്. ചോദ്യം നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനുള്ള ശിക്ഷ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, കാരണം കുറ്റങ്ങളും പിഴകളും എന്നുള്ളത് ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ഓക്കെ, പല ആക്ടിന്റെയും ബേസ് ഇതിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നാൽ 6 മാസം വരെ തടവോ 20 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ വരും. ഈ 2 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും കിട്ടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾ ചെയ്താലുള്ള ശിക്ഷയാണ് 2 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. ഇനി 1 വർഷം വരെ തടവും 3 ലക്ഷം രൂപ വരെ പിഴയും. ഇതെന്തിന്റെയാണെന്നറിയോ? ഉപഭോക്താവിന് ഗുരുതരമല്ലാത്ത അപകടം ഉണ്ടായാലുള്ള ശിക്ഷയാണത്. ഓക്കെ, അതുപോലെ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് സെക്ഷൻ 2 clause 9 നമ്മൾ നേരത്തെ കണ്ടില്ലേ? അതിൽ ഓരോ റൈറ്റും എന്താണ്? ഓക്കെ, റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ബി ഹേർഡ്, റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ 6 റൈറ്റ്സ് ഉണ്ട്. അതും കൂടി മനസ്സിലാക്കണം. അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിയാൽ എന്നറിയപ്പെടുന്ന ഭൂവൽക്കം മീൻസ് ക്രസ്റ്റ്, അല്ലെ? ക്രസ്റ്റ് തന്നെ കോണ്ടിനെന്റൽ ക്രസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഓഷ്യാനിക് ക്രസ്റ്റും ഉണ്ട്, അല്ലെങ്കിൽ സമുദ്ര ഭൂവൽക്കം. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സിയാൽ സിലിക്കയും അലുമിനിയം, അല്ലെ? സിലിക്കയും അലുമിനിയം, സിയാൽ എന്നറിയപ്പെടുന്ന ഭൂവൽക്കം ഏതാ? ആൻസർ ഏതാ? വൻകര ഭൂവൽക്കമാണ്, അല്ലെ? നമുക്ക് ഓർക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം. നമുക്ക് കരയിലല്ലേ നമ്മുടെ സിയാൽ, നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് കാണുന്നത്, കരയിലല്ലേ സിയാൽ? അപ്പോൾ വൻകര ഭൂവൽക്കമാണ് സിയാൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ സിമയോ, അതായത് സിലിക്കയും മഗ്നീഷ്യം, ഇതേതായിരിക്കും? അപ്പോൾ ഓഷ്യാനിക് ക്രസ്റ്റ്, അതായത് സമുദ്ര ഭൂവൽക്കം. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കോഡോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് അർത്തിന്റെ സ്ട്രക്ചർ നന്നായി തന്നെ പഠിക്കണം. അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഭൂകമ്പത്തിന്റെ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കണം. ഓക്കെ, അടുത്തതൊരു പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപം കുറയുന്നു, മർദ്ദം കൂടുന്നു, പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് കൂടുന്നു, കുറയുന്നു, രണ്ടും കുറയുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത്. ആഴം കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം, ഇന്റേണലിലോട്ട് പോകും തോറും എന്താ സംഭവിക്കുന്നത്? നമ്മൾ എപ്പോഴും പറയാറില്ലേ, കടലിന്റെ അടിയിലോട്ട് പരിധി വിട്ട് ഡെപ്തിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സബ്മറൈനൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, അല്ലെ? അത് എന്ത് ചെയ്തിട്ടുണ്ട്? ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് അവിടെ അത്രയും അങ്ങനെ സംഭവിക്കാൻ കാരണം? പ്രഷർ കൂടിയിട്ട്, അല്ലെ? അപ്പോൾ അത്രയും പ്രഷർ താഴോട്ട് പോകും തോറും കൂടുന്നുണ്ട്.
അതുപോലെ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, ടെമ്പറേച്ചറും കൂടുതലാണ്. ഓക്കെ, അപ്പൊ രണ്ടും കൂടുന്നു എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ നമുക്ക് വരുന്നത്. അതായത് ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപം കൂടുന്നു, മർദ്ദവും കൂടുന്നു. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? മാൻഡിൽ ഭൂവൽക്ക പാളിക്ക് താഴെ, അതായത് ക്രസ്റ്റിന് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. അതുപോലെ വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത 2.7 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ ആണ്. ഭൂമിയുടെ അകക്കാമ്പ് ഖരാവസ്ഥയിലാണ്. ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? മാൻഡിൽ ക്രസ്റ്റിന് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഇത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നമ്മൾ ഓരോ പാളി ഉണ്ടല്ലോ, ക്രസ്റ്റ്, മാൻഡില്, അതുപോലെ കോറ്. ഓക്കെ, ഇതിൽ മാൻഡിൽ തന്നെ ഓരോന്നിന്റെ എക്സ്റ്റൻഷൻ എന്താണെന്ന് കൂടെ മനസ്സിലാക്കണം. ഓക്കെ, നെക്സ്റ്റ്, വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത 2.7 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ ആണ്. ഇത് എന്താ പറഞ്ഞേക്കുന്നത്? ഡെൻസിറ്റി അല്ലെ, അതായത് നമ്മുടെ കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ ആവറേജ് ഡെൻസിറ്റി 2.7 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ ആണ്. അത് ശരിയാണ്. 3 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ ആണ് ഈ പറയുന്ന ഓഷ്യാനിക് ക്രസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയാ സമുദ്ര ഭൂവൽക്കത്തിനുള്ളത്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? സമുദ്ര ഭൂവൽക്കം താഴ്ന്നിരിക്കുന്നത്. ഓക്കെ, ക്രസ്റ്റും കരഭാഗം മുകളിലല്ലേ, അപ്പോൾ സാന്ദ്രത കൂടിയത് താഴെ. അങ്ങനെ ഓർത്തിട്ടുണ്ട്. ഇത് നമ്മൾ സെന്ററിൽ അപ്പൊ എത്രയാണ്? സെന്ററിൽ 13 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? ഭൂമിയുടെ അകക്കാമ്പ് ഖരാവസ്ഥയിലാണ്. ശരിയാണ്. ഔട്ടർ കോറുണ്ട്, ഇന്നർ കോറുണ്ട്. ഇതിൽ ഇന്നർ കോർ എന്ന് പറയുന്നത് എന്താണ്? ഖരാവസ്ഥയിലാണ്. നമുക്കറിയാം നൈഫ് ലെയർ ഒക്കെ ഉണ്ടല്ലേ, അതായത് നിക്കലും അയണും കൂടെ കൂടിയത് എന്നൊക്കെ പറയുന്നില്ലേ നമ്മള്. അപ്പൊ ഔട്ടർ കോർ എങ്ങനെയാ? ഒരു ഉരുകിയ ഖരാവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഒരു മോൾട്ടൺ സ്റ്റേജിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ആൻസർ ഡി ആണ്. ബട്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്, അതാണെന്ന് മനസ്സിലായി. അപ്പോൾ വിച്ഛിന്നത അഥവാ ഡിസ്കണ്ടിന്യൂറ്റീസ് എന്ന് പറയുന്ന ഒരു ഏരിയ എർത്തിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനത് പഠിക്കാൻ വേണ്ടി ഓർത്തിരിക്കുന്ന ഒരു കോഡാണ് CMRGL എന്ന് പറയുന്നത്. CMRGL ഓരോരുത്തർക്കും ഓരോ കോഡ് ഉണ്ടായിരിക്കും, അതിനനുസരിച്ച് പഠിച്ചാൽ മതി. നമുക്ക് കാര്യം മനസ്സിലാകണം എന്ന് മാത്രം. പക്ഷെ നമ്മൾ അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എർത്തിന്റെ സ്ട്രക്ചർ, ആ ഓർഡർ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ആ ഓർഡർ ജസ്റ്റ് ഒന്ന് നോക്കി. ആദ്യം നമുക്ക് സിയാലാണ്. ഇതെല്ലാവർക്കും അറിയാലോ, സിയാലാണ്. പിന്നെ സീമ, അതായത് ഓഷ്യാനിക് ക്രസ്റ്റ് വരുന്നത്. ഓക്കെ, ദെൻ പിന്നെയുള്ളത് ആരാ? അപ്പർ മാൻഡില്, ലോവർ മാൻഡില്. ഓക്കെ, ലോവർ മാൻഡില്. പിന്നെയുള്ളത് ആരാ? ഔട്ടർ കോറ്, ഇന്നർ കോറ്. ഓക്കെ, ഇനി ഈ പറയുന്ന CMRGL എന്ന് പറയുന്ന കോഡ് അതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് നോക്കി, ഏതാണ്? സിയാലും സിമിയും ഇവയെ തമ്മിൽ വേർതിരിക്കുന്നതാണ് കോൺറാഡ് വിച്ഛിന്നത അഥവാ കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. ഇനി അടുത്തൊരു സെപ്പറേഷൻ എങ്ങനെയാ? ഈ പറയുന്ന ക്രസ്റ്റും മാൻഡിലും തമ്മിൽ ഒരു വേർതിരിവില്ലേ? അതായത് ഇതാണ് ക്രസ്റ്റ്, ഇത്രയും പോർഷനാണ് ക്രസ്റ്റിന്റെ ഭാഗം. ക്രസ്റ്റും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന ഇതാണ് എന്ത്? മോഹോസ് ഡിസ്കണ്ടിന്യൂറ്റി, അല്ലെങ്കിൽ നമുക്ക് മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയാം കേട്ടോ. നമുക്ക് എളുപ്പത്തിന് മോഹം എന്ന് വിളിച്ചാൽ മതി. ഭൂവൽക്കത്തിന്റെയും മാൻഡിലിനെയും വേർതിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോഹോസ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. ഇനി നെക്സ്റ്റ് സെപ്പറേഷൻ എങ്ങനെയാ? അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും അല്ലെ, അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും ഇതിനെ തമ്മിൽ വേർതിരിക്കുന്നതാണ് ഓക്കെ റെപ്പറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്, റെപ്പറ്റീവ് വിച്ഛിന്നത. ഇനി നെക്സ്റ്റ് സെപ്പറേഷൻ എങ്ങനെയാണ്? മാൻഡിലും കോറും തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ട്, അതാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത അഥവാ ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, ദെൻ ലാസ്റ്റ് ഏതാണ് നമുക്ക് വരുന്നത്? ഔട്ടർ കോറും ഇന്നർ കോറും ഇത് തമ്മിലുള്ള ആ സെപ്പറേഷൻ ആണ് എന്ത്? ലേമാൻ വിച്ഛിന്നത, ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി. ഞാൻ പറഞ്ഞിട്ടുള്ള പോർഷൻ, അതായത് ഇതിന്റെ ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, ഈ ഒരു ഓർഡർ സിയാൽ, സിമ, അപ്പർ മാൻഡിൽ, ലോവർ മാൻഡിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ആദ്യം ക്രസ്റ്റ് തമ്മിൽ, പിന്നെ ക്രസ്റ്റ് മാൻഡിലും തമ്മിൽ, പിന്നെ മാൻഡിലുകൾ തമ്മിൽ, പിന്നെ മാൻഡിലും കോറും തമ്മിൽ, പിന്നെ കോറ് തമ്മിൽ. അങ്ങനെ ഓർത്താൽ നമ്മളിത് മറക്കില്ല. എനിക്ക് എളുപ്പം ഇതാണ്. ഇനി നിങ്ങൾക്ക് പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ കോഡ് അല്ലെങ്കിൽ എളുപ്പ വഴികളുണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചു വയ്ക്കുക. എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്തത് ഇംഗ്ലണ്ട് റവല്യൂഷനുമായിട്ട് നമ്മൾ അതാണല്ലോ പഠിക്കാൻ പറഞ്ഞിരുന്നത്. രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരാണ്? ജെയിംസ് രണ്ടാമൻ. അപ്പൊ ഇത് ഞാൻ ഡീറ്റെയിൽസ് പറയേണ്ട ആവശ്യമില്ല. ഇംഗ്ലണ്ട് റവല്യൂഷൻ കൃത്യമായിട്ടൊരു ഓർഡറിൽ ഒന്ന് പഠിച്ചാൽ മതി. ആരൊക്കെ ആണ് ആദ്യം വരുന്നത്? ചാൾസ് ഒന്നാമൻ, ചാൾസ് രണ്ടാമൻ, ജെയിംസ്, ഇതൊക്കെ ഉണ്ട്. ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്ന് മാത്രം കേട്ടോ. 1640 മുതൽ 20 വർഷക്കാലം ലോങ് പാർലമെന്റ് നിലനിന്ന രാജ്യം ഏതാണ്? അപ്പൊ ഇത് ഇംഗ്ലണ്ട് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലോങ് പാർലമെന്റ് എന്നുള്ളതൊന്ന് ഓർത്തു വെക്കുക. ഇംഗ്ലണ്ട് ആണ്. അപ്പൊ ഏത് രാജാവിന്റെ അല്ലെങ്കിൽ ആരുടെ ഭരണകാലത്താണെന്നുള്ളതും കൂടെ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഗ്രീൻ റിബൺ ക്ലബ്ബ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കിങ്ങനെ ഓരോ ഇൻസിഡൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലബ്ബോ അങ്ങനെയൊക്കെ തന്നിട്ടല്ലേ നമ്മളോട് ചോദിക്കുന്നത് ഇത് ഏത് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ മുന്നിലുണ്ട്, ജക്കോബിയൻ ക്ലബ്ബ് അല്ലെ, ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ചിലപ്പോൾ നമുക്ക് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഒന്നും തരില്ല. അപ്പൊ എന്താണ്? ബ്ലഡ്ലെസ് റവല്യൂഷൻ, രക്തരഹിത വിപ്ലവം. ഓക്കെ, ഗ്ലോറിയസ് റവല്യൂഷൻ, ഇങ്ങനെ കുറേയധികം പേരുകളുണ്ട്, അതും കൂടെ നോട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ കറണ്ട് അഫയേഴ്സ് പറഞ്ഞിരുന്നു. ജാനുവരി 1 to 15 വരെയുള്ളതൊന്ന് കൃത്യമായിട്ട് നോക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക്
എങ്ങനെയുണ്ട് എന്നുള്ളതും കൂടി പറയണം കേട്ടോ. ഇങ്ങനെ നമ്മൾ കുറച്ച് പഠിച്ചിട്ട് അതിനോട് മാത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുന്നത് എളുപ്പമല്ലേ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടോ, എന്തെങ്കിലും അഡീഷണൽസ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ പറയട്ടെ, നിങ്ങളുടെ സജഷൻസും പറയുക. ഓക്കെ, അടുത്ത ചോദ്യം, പ്രവാസി ഭാരതീയ ദിവസ് എന്നാണ്? ജനുവരി 9 ആണ്. ഓക്കെ, എന്തുകൊണ്ട് നമ്മൾ ഈ പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി 9 ഇരിക്കുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ 1915 ജാനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പൊ അത് കൊണ്ടാണ് നമ്മൾ ഈ പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി 9 ആചരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അടുത്തത് 2024 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ഏതാണ്? പഞ്ചാബാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ 108 ഏതാണെന്നറിയോ? അത് നാഗ്പൂരാണ്. ഓക്കെ, അപ്പൊ ഇതിപ്പോ പഞ്ചാബ് എന്ന് മാത്രമല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ആക്ച്വലി പഞ്ചാബിലെ ലവ്ലി സർവകലാശാല കേട്ടോ, ലവ്ലി എന്ന് പറയുന്ന സർവകലാശാലയായിരുന്നു ഈ പറയുന്ന 109ാമത് ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് സ്ഥിരാംഗത്വം നൽകപ്പെട്ട രാജ്യം? നമുക്കറിയാം ബ്രിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഹോസ്റ്റ് സിറ്റീസ് ഒക്കെ കുറേയധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലേറ്റസ്റ്റ് നടന്ന പേപ്പറുകളിലൊക്കെ അല്ലെ. അപ്പൊ ബ്രിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം ഈ ബ്രിക്സിൽ ആക്ച്വലി ആരൊക്കെ ഉള്ളത്? നമ്മൾ ആ പേര് വെച്ചിട്ട് പറയുന്നത് ആരൊക്കെയാ? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക അല്ലെ. ഈ കൂട്ടായ്മയിലേക്ക് കുറച്ച് രാജ്യങ്ങൾക്ക് അംഗത്വം നൽകുകയുണ്ടായി 2024 ജനുവരിയിൽ. ഓക്കെ, അതിൽ ഈ താഴെ പറയുന്നതിൽ ഏത് രാജ്യമാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഞാൻ ഡയറക്റ്റ് ആൻസർ തന്നെ പറയാം, എത്യോപ്യയാണ്. ഓക്കെ, എത്യോപ്യ ഉൾപ്പെടെ 5 രാജ്യങ്ങൾക്കാണ് ബ്രിക്സിലേക്ക് സ്ഥിര അംഗത്വം നൽകിയിട്ടുള്ളത്. അപ്പോൾ എത്യോപ്യ ഉൾപ്പെടെ 5 രാജ്യങ്ങൾക്കാണ്, ഈജിപ്റ്റ്, ഇറാൻ, സൗദി അറേബ്യ, UAE. അപ്പോൾ 2006 ആണ് ബ്രിക് എന്ന് പറയുന്ന കൂട്ടായ്മ വരുന്നത്. ഓക്കെ, ബ്രിക്സ് ആയിട്ടില്ല, ബ്രിക് ആയിരുന്നു വന്ന്. ഓക്കെ, അതിൽ സൗത്ത് ആഫ്രിക്ക ഉണ്ടായിരുന്നില്ല. സൗത്ത് ആഫ്രിക്ക ജോയിൻ ചെയ്യുന്നത് 2010 സൗത്ത് ആഫ്രിക്ക ജോയിൻ ചെയ്ത് അങ്ങനെ ഇത് ബ്രിക്സ് ആയി മാറുന്നത്. ഓക്കെ, ബ്രിക്സ് ആയി മാറുന്നു. ശേഷം ദേ ഇപ്പോൾ 5 രാജ്യങ്ങളും കൂടെ ചേർന്ന് നിലവിൽ ബ്രിക്സിൽ 10 അംഗരാജ്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, 10 അംഗ കൂട്ടായ്മയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ്, വിളകളുടെ വളർച്ചയ്ക്ക് ഊർജ്ജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ച രാജ്യം ഏതാണ്? അത് സ്വീഡനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? അത് ഏത് ജില്ലയിലാണ്? കണ്ണൂരാണ്. കണ്ണൂരിൽ മഞ്ചപ്പാലം എന്ന് പറയുന്ന ഇതിലാണ് നിലവിൽ വന്നേക്കുന്നത് കേട്ടോ. Day 3, Day 4, Day 5 നമ്മൾ പറഞ്ഞിട്ടുള്ള പോർഷൻസ് വെച്ചിട്ട് നമുക്ക് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതേപോലെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇത് ഹെൽപ്ഫുൾ ആയോ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഞാൻ അങ്ങനെ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇടുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ, ഇങ്ങനെ ഓരോന്നായിട്ട് പറയുന്നത് മാത്രമല്ല. ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് നോക്കേണ്ടത് എന്നുള്ളതും കൂടെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് സബ്ജക്ട്സ് 2 വീക്സിന്റെ ഏതൊക്കെ Monday to Sunday എന്നുള്ള രീതിയിൽ പോകേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടോപ്പിക്സ് മാറ്റി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ നോക്കിയതിൽ ആക്ച്വലി ആണ് ശ്രദ്ധിക്കുന്നത്, ടൈപ്പ് ചെയ്തതിൽ ഞാൻ ആർട്സിന്റെ വിഭാഗത്തിൽ കലകളുടെ ഭാഗത്തുനിന്ന് അല്ലെ ചിത്രകല അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആക്ച്വലി മറന്നുപോയി ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാൻ കേട്ടോ. അതുപോലെ ഇംഗ്ലീഷിൽ സെന്റൻസസ്, അത് നിങ്ങൾ എന്തായാലും റൂൾസ് പഠിക്കുക, 2-3 കുറേയധികം ക്വസ്റ്റ്യൻസ് കാണുക എന്നുള്ളതാണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാക്കുന്നേക്കാളും നിങ്ങൾ കൂടുതൽ ബുക്സ് വെച്ചിട്ടോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുക. ഓക്കെ, പല ടൈപ്പ് ഓഫ് സെന്റൻസസ് ഒക്കെ ഉണ്ട്. അസോർട്ടീവ്, ഇത് കോംപ്ലക്സ് കോമ്പൗണ്ട്, ഇതിന്റെ കൺവേർഷൻ എങ്ങനെയാണ്? കോമ്പൗണ്ട് എന്നാൽ എങ്ങനെ മറ്റേലേക്ക് ആക്കാം, അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഒരു സെന്റൻസ് എന്നാൽ സിമ്പിൾ ആണോ കോമ്പൗണ്ട് ആണോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. ഇത് നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഓർമ്മ നിൽക്കുള്ളൂ കേട്ടോ. എനിവേസ് ആർട്സ് ഒക്കെ നല്ലോണം നോക്കണം. അതിന് കുറേ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ജിതേഷ് ജി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്? വരയരങ്ങ് എന്ന് പറയുന്ന ഒരു ചിത്രകല ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെ ചില വ്യക്തിത്വങ്ങളെ തന്നിട്ട് ഏത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുപോലെ കഥകളിയുടെ ഇത് ആട്ടക്കഥ, അതായത് അതിന്റെ തുടക്കം എന്ന് പറയുന്നത് രാമനാട്ടം, അതിൽ നിന്നാണല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ, കഥകളിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു ചടങ്ങുകൾ, ധനാശി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർട്സിന്റെ ഭാഗത്ത് നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഞാൻ വിട്ടുപോയി. നെക്സ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ള പോർഷൻസ് മാക്സിമം ഉൾക്കൊള്ളിച്ച് തന്നെ ഇടാൻ ശ്രമിക്കാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.